നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയർ ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ്. റാപ്പിഡ് ഫെയറിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എന്ത് കാര്യങ്ങളും പറയാം. വാഹനത്തിൻ്റെ ഗുണദോഷങ്ങളും സർവീസിൻ്റെ ഗുണദോഷങ്ങളും അങ്ങനെ എന്ത് കാര്യങ്ങളും സംസാരിക്കാവുന്ന ഒരു വേദിയാണ് റാപ്പിഡ് ഫെയർ. എന്തായാലും വാഹനങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്കൊരു പറയാവുന്നൊരു കാര്യമുണ്ട്. വാഹനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടും. അപ്പോൾ ഒരു ഭാഗം മാറ്റി പുതിയൊരു ഭാഗം ഫിറ്റ് ചെയ്യണമെങ്കിൽ സ്പെയർ പാർട്സ് കിട്ടും. പക്ഷേ മനുഷ്യരെപ്പറ്റി പറയുകയാണെങ്കിൽ മനുഷ്യർക്ക് സ്പെയർ പാർട്സ് കിട്ടുക അത്ര എളുപ്പമല്ല. നമുക്കിപ്പോൾ ഒരു കിഡ്നി ഡാമേജ് ഉണ്ടായെങ്കിൽ മറ്റൊരു കിഡ്നി മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ നമ്മുടെ കിഡ്നിയുടെയോ അല്ലെങ്കിൽ വൃക്കയുടെയോ ഹൃദയത്തിൻ്റെ ഒക്കെ ആരോഗ്യം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല, ഇതൊക്കെ സംബന്ധിച്ച് അസുഖങ്ങൾ വരുമ്പോൾ അത്രയും നല്ല ചികിത്സ ലഭ്യമാക്കാൻ കൂടി നമുക്ക് കഴിയേണ്ടതുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ കിഡ്നി ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ വന്നാൽ ചിലവ് 10, 30, 40 ലക്ഷം രൂപ വരെയൊക്കെ മുകളിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മൾ അതുവരെ സമ്പാദിച്ചതെല്ലാം ഹോസ്പിറ്റൽ ചിലവാകുന്നൊരവസ്ഥ വരും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാനാകുന്നത് നമ്മുടെ കുടുംബത്തിന് മൊത്തമായി തന്നെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ അൺലിമിറ്റഡ് കവറേജ് വരെ കിട്ടുന്ന പോളിസികൾ ലഭ്യമാണ്. ഇപ്പോൾ GST ഒക്കെ ഇല്ലാതാക്കിയതുകൊണ്ട് മുമ്പ് ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി കൊടുത്തിരുന്ന പൈസ കൊണ്ട് നമുക്കിപ്പോൾ 20 ലക്ഷം രൂപ വരെയൊക്കെ കവറേജ് കിട്ടുന്ന പോളിസി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. അങ്ങനെ ചിലവ് കുറവിൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെ താരതമ്യം ചെയ്ത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അവിടെ മാസം 400 മുതൽ 500 രൂപ വരെയൊക്കെ പ്രീമിയത്തിൽ തുടങ്ങി 1 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ എടുക്കാം. ഇപ്പോൾ ഡയബറ്റിസ്, തൈറോയ്ഡ് ഇഷ്യൂസ്, BP അല്ലെങ്കിൽ ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് 1ാമത്തെ ദിവസം മുതൽ തന്നെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ അവൈലബിൾ ആണ്. ഇത്തരം പ്ലാനുകളൊക്കെ നോക്കി നിങ്ങൾക്ക് പറ്റാവുന്ന പ്രീമിയത്തിന് അത്യാവശ്യം നല്ല കവറേജുള്ള ഹെൽത്ത് പോളിസി തന്നെ എടുത്തു വയ്ക്കുക. കാരണം ആ രീതിയിലാണ് ഭാവിയിൽ ചികിത്സാ ചെലവ് കൂടാൻ പോകുന്നത്. ഇപ്പോൾ എടുത്താൽ 25% വരെ ഡിസ്കൗണ്ടുമുണ്ട്. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും. അപ്പോൾ ഇത് ഭിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ ഇപ്പോൾ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തുള്ള ലിങ്ക് ചെക്ക് ചെയ്ത് ഒരു ഹെൽത്ത് പോളിസി എന്തായാലും എടുത്തു വയ്ക്കുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം. അപ്പോൾ ഇനി നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു മലയാളിയല്ല, പക്ഷേ മലയാളിയേക്കാൾ നന്നായിട്ട് മലയാളം പറയുന്ന മലയാളിയാണ്. ഞാൻ അമിതിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമ്മളൊരു പൈലറ്റിന് ഇൻ്റർവ്യൂ ആയിരുന്നു. ആനന്ദിനെ കാണാൻ വേണ്ടി ഒരു ആനന്ദിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ചെല്ലുമ്പോഴാണ് അമിതിനെ പരിചയപ്പെട്ടത്. അമിത് മെഹ്ത്ത എന്നൊക്കെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ക്യാ ബാത്ത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല വച്ച മലയാളത്തിൽ കൂടെ ഉത്തരം പറഞ്ഞു. അതിൽ ഇപ്പോൾ യാദൃശ്യം വേണ്ടി ഞാനിപ്പോൾ അമിതിനോട് വെച്ച് കണ്ടെത്തിയിരിക്കുകയാണ്. അമിതിൻ്റെ വാഹനം BYD Atto 3 ആണ്. നമസ്കാരം അമിത്. നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. അമിത് എന്തുകൊണ്ടാണ് ഇത്ര മലയാളം പറയുന്നത് ചോദിച്ചാൽ അമിത് ഇവിടെയാണ് ജനിച്ചു വളർന്നത്. ഫാദർ 1972 നാട്ടിൽ വന്ന പഞ്ചാബിൽ നിന്ന്. പഞ്ചാബ് അല്ലേ, ഗുജറാത്ത് അല്ല? പഞ്ചാബ് അമൃത്സർ എന്ന് പറയുന്ന സ്ഥലം, ഗോൾഡൻ ടെമ്പിൾ ഫേമസ് ആയിട്ടുള്ള. അവിടുന്ന് 1972 ഫാദർ കേരളത്തിൽ വന്നു. അതെന്തുകൊണ്ട് അങ്ങനെ അത്രയും ദൂരം ഇവിടെ എത്താനുള്ള ഒരു കാരണം? ബ്രദർ ആദ്യം എൽഡർ ബ്രദർ ഇവിടെ വന്നത്. അപ്പൊ ബ്രദറിനെ കാണാൻ വന്നു. അവിടെ നാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ അങ്ങ് ആയി. മലയാളിയാണോ കല്യാണം കഴിച്ച അച്ഛൻ? അല്ല, പഞ്ചാബ് തന്നെ, ഹരിയാന, പഗ്വാഡ എന്ന് പറയുന്ന സ്ഥലത്തില്. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി മെഡിക്കൽ സർജിക്കൽ ഹോൾസെയിൽ രംഗത്തിലെ പ്രീമിയം ആയിട്ട് നമ്മൾ എല്ലാ മെഡിക്കലിലെ ബേസിക്കലി ഹോം കെയർ പ്രോഡക്ട്സാണ് കൂടുതലും ചെയ്യുന്നത്. പ്രായമുള്ളവരുടെ അഡൽട്ട് ഡയപ്പർ തൊട്ട് ബെഡ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതിന്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ, ഹോം കെയർ നമ്മുടെ മെയിൻ സെഗ്മെന്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് എല്ലാം ക്യാപിറ്റൽ എക്യുപ്മെന്റ് തൊട്ട് എല്ലാ സാധനങ്ങളും ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അന്ന് തൊട്ട് ഫാദർ തൊട്ട് അതാണ് ചെയ്തു വരുന്നത്. 1990 തൊട്ടാണ് ഞങ്ങൾ ഹോൾസെയിൽ ബിസിനസ് രംഗത്തിലേക്ക്. അപ്പൊ അമിത് ജനിച്ചു വളർന്നൊക്കെ ഇവിടെ തന്നെ? ഞാനിവിടെ പത്തനംതിട്ട, ഹോം ടൗൺ. ചേട്ടൻ പറഞ്ഞാലും ഉണ്ണി ഞങ്ങളുടെ തൊട്ടടുത്താണ്. ആനന്ദ് മോഹൻ രാജ് വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് ഇവിടെ. ഞങ്ങൾ താമസിക്കുന്ന ഒരുമിച്ച് തന്നെ ഫ്ലാറ്റിൽ ഇവിടെ. അപ്പം അമിത് കല്യാണം കഴിച്ചത് മലയാളിയാണോ? മലയാളി അല്ല, പഞ്ചാബ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന പഞ്ചാബിയാണോ ഇപ്പോഴും? പഞ്ചാബി ആണല്ലേ. അപ്പം ബാക്കി ഇപ്പം പഞ്ചാബി ഉത്സവങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ ആഘോഷിക്കുന്നു. അതോടൊപ്പം കേരളത്തിലെ ഓണം പോലെ കേരളത്തിലെ എല്ലാ ഓണം, ക്രിസ്മസ് എല്ലാം നമുക്ക് ഭയങ്കര. അപ്പൊ അമിതിന് ഒരു സെലക്ഷൻ വേണ്ടി വരികയാണ്. ഏതാ, കേരളം ഓർ പഞ്ചാബ്? എവിടെ പോയി ജീവിക്കും? ഞാനിവിടെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം ബോൺ ആൻഡ് ബോട്ടപ്പ് ഇവിടെ, അവിടത്തെക്കാട്ടി കൂടുതൽ ഫ്രണ്ട് സർക്കിൾ ഇവിടെ. ഇവിടെയുമായിട്ട് ഫുൾ അങ്ങ് സിങ്ക് ആയിപ്പോയി, കാണാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ നമുക്കിനി വണ്ടിയിലേക്ക് വരാം. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഇത്തരത്തിൽ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആകുമ്പോഴത്തേക്കും ധാരാളം ഓട്ടോ ഉള്ളതുകൊണ്ടാണ് ഒരു EVയിൽ എത്തിയത്. ഒരു റീസൺ അതാ. ഞങ്ങളുടെ മേഖലയിലൊക്കെ മെഡിക്കലിന് ഞങ്ങളൊരു കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് 20-25 പ്രാവശ്യം പോകണം. അത് പത്തനംതിട്ടയിൽ നിന്ന് എറണാകുളം അല്ലെങ്കിൽ കോട്ടയം ആയാൽ തന്നെ ഒരു 20 പ്രാവശ്യം പോകുമ്പോൾ തന്നെ അതൊരു വലിയൊരു എക്കണോമിക് ഫാക്ടറാണ്. അപ്പോൾ ഞാനിപ്പോൾ 80,000 കിലോമീറ്റർ അറൗണ്ടായി. ഇത് 80,000 കിലോമീറ്റർ ആയി. 2 വർഷത്തിന് മേളിലായി. അറൗണ്ട് 480 കിലോമീറ്റർ റേഞ്ച് പറയുന്നിടത്ത് 420 എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ഭയങ്കരമായത്. എങ്കിൽ പോലും ആ സമയത്ത് ഇപ്പോൾ 2 വർഷം മുമ്പ് എടുക്കുമ്പോൾ BYD എന്ന് പറയുന്നത് അത്ര വലിയ ചലഞ്ചിങ് ആയിരുന്നു. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ആൾക്കാരൊക്കെ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു,
ഇത് റോങ് ഡിസിഷൻ അല്ലേ, പക്ഷേ BYD ഇത് വായിച്ചപ്പോൾ തന്നെ ബിൽഡ് യുവർ ഡ്രീം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെ എല്ലാം കൂടെ ഒരു ആഗ്രഹം പോലെ തോന്നി. അപ്പം തന്നെ അതങ്ങ് എടുക്കാൻ. എത്ര രൂപയാണ് എടുത്തപ്പോ? അന്ന് എടുത്തപ്പോ 38 lakhs ആയിരുന്നു. 38. 38 ലക്ഷം രൂപയ്ക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു ബ്രാൻഡിന്റെ ഒരു EV എടുത്തു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അല്ല, അതിന് പുറയിലും ഒരു റീസൺ ഉണ്ട്. ഞാൻ പരിചയപ്പെട്ടത് ആനന്ദ് മോഹൻ രാജ് വഴിയാ സാറിനെ പരിചയപ്പെടുന്നത്. അതിന്റെ റീസൺ സാറിന് ഒരു ഗൈഡൻസ്. ഞാൻ എപ്പോഴും ഏത് പുതിയ വണ്ടി എടുത്താലും ഞാൻ ഉണ്ണിയോട് പറയും ബൈക്ക് ചേട്ടനോട് ഒരു അഭിപ്രായം ചോദിക്കണം. അപ്പൊ സാറ് പറഞ്ഞു ഇനീഷ്യൽ സ്റ്റേജാ, കുഴപ്പമില്ല, എടുക്കാമെങ്കിൽ എടുക്കണമെന്ന് പറഞ്ഞു. നോ ഡൗട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇതില് പക്ഷേ ദാറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ റോങ് ഡിസിഷൻ ആണല്ലേ. അപ്പൊ ഇപ്പൊ സാധാരണ ഇപ്പൊ ഏറ്റവും പുതിയ EV-കളുടെ കാര്യത്തൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ആണ് എല്ലാ വണ്ടികളുടെയും കാര്യം. എന്താണ് 80,000 കിലോമീറ്റർ BYD ഓടിച്ചപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ? എനിക്ക് ഇതുവരെ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് അങ്ങനെ വഴി കിടക്കേണ്ടി വരുമോ അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ഇഷ്യൂസും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഇത് അറൌണ്ട് 80,000 കിലോമീറ്റർ ഞാൻ ലാസ്റ്റ് സർവീസ് ചെയ്ത് വന്നപ്പോഴും എന്റെ കോസ്റ്റ് അറൌണ്ട് 3,500 ആയിരുന്നു. അതിലും വീൽ അലൈൻമെന്റും ബാലൻസിങ്ങും മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ആണ് അതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത്? ഓൾമോസ്റ്റ് ഡ്രൈവിംഗ് കംഫോർട്ട്, ഇന്റീരിയർ ആയാലും ഇപ്പൊ ഒരു 2.5 വർഷം ആയാലും ഇതിന്റെ ഒരു എയറോഡൈനാമിക്സ്, ഇതിന്റെ ഒരു ഷേപ്പ് മടുക്കില്ല. ആൾക്കാർക്ക് ഇപ്പോഴും എല്ലാരും വിചാരിക്കുന്നത് ഇത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന വണ്ടിയാണ്. ശരിയാണ്. ഗംഭീര തന്നെയല്ല, BYD എന്ന് പറഞ്ഞാൽ ലോക ചാമ്പ്യൻ ആണ് ഇപ്പൊ EV-കളുടെ കാര്യത്തിൽ. ഇപ്പൊ മാരുതിയുടെ E-Vitara വന്നപ്പോൾ പോലും ഇവരുടെ ബാറ്ററി ബ്ലേഡ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി, ഈ ബാറ്ററികളുടെ ടെക്നോളജി ബ്ലേഡ് ബാറ്ററി ആണെന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ മഹീന്ദ്രയിലും പുതിയ മാരുതിയിൽ പോലും നമ്മൾ കാണുന്നത് ഇവരുടെ ബാറ്ററിയാണ്. അതാണ് ഇപ്പം ഞാനിപ്പം സൗത്ത് അമേരിക്ക യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. BYD ഒക്കെ അവിടെ വ്യാപകമായിട്ട് എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? എന്താ ഇതിന്റെ പിക്കപ്പ്, സഡൻ പിക്കപ്പ്. ഇപ്പൊ ഒരു ഓവർടേക്കിങ്ങിന് പോവാന്നുണ്ടെങ്കിൽ നല്ല സഡൻ പിക്കപ്പ്, നമ്മൾ വിചാരിക്കുന്നിടത്ത് സമയത്ത് എത്തും. അത് നല്ലൊരു അതൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെല്ലുമ്പോൾ നമ്മളൊന്നും അടുത്ത് പോയാൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടാവും. ഇത് അതിന് പകരം കയറി പൊക്കോളും. നല്ല ഇലക്ട്രിക്കിന്റെ ഒരു നല്ലൊരു. വേറെ ഏത് വണ്ടിയാണ് അമിത് ഉപയോഗിക്കുന്നത്? ഞാൻ സ്കോഡയുടെ കോഡിയാക്ക് ഉപയോഗിക്കുന്നത്. കോഡിയാക്ക് നല്ല ഡ്രൈവിംഗ് കംഫോർട്ടും എല്ലാം നല്ലതാ. പക്ഷേ എക്കണോമിക് വൈസ് നോക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് അതിനൊട്ടും മൈലേജ് ഉണ്ടാവില്ല. 10 കിലോമീറ്റർ അറൗണ്ട്. അത് വെച്ച് ഞങ്ങൾ ഇത് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഒരു 8 lakhs അടുത്ത് ഫ്യൂവൽ കോസ്റ്റ് തന്നെ സേവ് ചെയ്തിട്ടുണ്ട്. ശരി. എങ്ങനെയുണ്ട് ചാർജിങ്ങിന്റെ കാര്യം? എത്ര നേരം എടുക്കുന്നുണ്ട് ചാർജ്? എപ്പോഴും വീട്ടിലാണോ ചെയ്യുന്നത്? ഇപ്പൊ ഒരു വീട്ടിലാണെങ്കിൽ 5 to 6 hours 7 kilowatt-ന്റെ ഇതുണ്ട്. അല്ലാതെ 60 kilowatt-ന്റെ ബാറ്ററിയാ. പിന്നെ ഇതിന്റെ ഷേപ്പ് നല്ല എയറോഡൈനാമിക്സ് ഷേപ്പ്, ഒരിക്കലും ഇതിന്റെ ഷേപ്പ് മടുക്കില്ല. അപ്പൊ ഈ വെളിയിൽ നമ്മള് വെളി ചാർജ് ചെയ്യുമ്പോൾ എത്ര നേരം എടുക്കുന്നുണ്ട്? 45 minutes മാക്സിമം. അത് നമുക്ക് ഒരു 90 above വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20 minutes കൊണ്ട് നമുക്ക് അടുത്ത 200 kilometer അടുത്തതിനുള്ള കിട്ടുന്നത്. കേരളത്തിൽ എവിടെ ഓടാനോ അതിന്റെ ആവശ്യം? കേരളത്തിൽ ഭയങ്കര. ഞാനിപ്പോ ഈ വണ്ടി കൊണ്ട് പോകാത്ത സ്ഥലമില്ല. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പത്തനംതിട്ട, ട്രിവാൻഡ്രം, എറണാകുളം വിത്തൗട്ട് ചാർജിങ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഒരു 400 റേഞ്ച് കിലോമീറ്റർ. ട്രിവാൻഡ്രം വെച്ച് സാറിന് അറിയാം. അത് വിത്തൗട്ട് ചാർജിങ് ഇവിടം വരെ വരുന്നത് റിമാർക്കബിൾ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മൾ BYD പറ്റി കേട്ടിരിക്കുന്ന ഒരു കാര്യം, ടയർ പെട്ടെന്ന് തേഞ്ഞു തീരുന്നു എന്നാണ്. അങ്ങനെ 44,000 ആയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടയർ മാറിയത്. 44,000 ഞാൻ ഫസ്റ്റ് ടയർ മാറി. എന്റെ EV-യിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഇതുവരെ. പക്ഷെ പലരും ഈ പറഞ്ഞ പോലെ സീലൊക്കെ ഉപയോഗിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ പറയുന്നത് പെട്ടെന്ന് ടയർ തീർന്നു എന്നൊക്കെ. അത് അങ്ങനെ എനിക്ക് ഇതിൽ ഫേസ് ചെയ്തിട്ട് ചിലപ്പോൾ അതിന്റെ ബോഡി വെയിറ്റിന്റെ എന്തെങ്കിലും ഇത് വ്യത്യാസം കൊണ്ടായിരിക്കാം. അപ്പം BYD ഇപ്പം ഒരു EV വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ അടുത്ത് ഈ BYD ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാം. റേഞ്ച് ഇപ്പം നല്ല വർക്കഹോളിക് ആൾക്കാരാണെങ്കിൽ റേഞ്ചില് നമുക്ക് ട്രസ്റ്റ് ചെയ്ത് തന്നെ പോവാം. ഒരു രീതിയിൽ റേഞ്ച് ഡ്രോപ്പ് ഇല്ല. 400 എന്തായാലും കിട്ടും. 400 ഒക്കെ നമ്മുടെ കേരളത്തിലെ ഇതില് നല്ലൊരു റേഞ്ച്. 650 കിലോമീറ്റർ ഓടി നമ്മൾ പാലക്കാട് ഒരു ദിവസം എന്തായാലും ഇങ്ങനെ ഓടുന്നില്ല. അതുപോലെ തന്നെ ഈ റേഞ്ച് ഡ്രോപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പം ടാറ്റയുടെ ഒക്കെ നമുക്കറിയാം, ഒരു അറ്റത്തെത്തുമ്പോഴത്തേക്കും പെട്ടെന്നൊന്നും ഡ്രോപ്പ് ആവും ഒരു തീരാറായ സമയത്ത്. അങ്ങനെയുള്ള ഇതൊന്നുമില്ല, സ്ലോ ആകലൊന്നുമില്ല. എന്റെ ഒരു റിസ്ക് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ 0% എത്തിയിട്ടുണ്ട്. 0% 1 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പോകാൻ പാടില്ല. അത് റെയർ. നമ്മുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജില് നമുക്കൊരു ജഡ്ജ്മെന്റ് ഇല്ലാതെ ഒരു ആദ്യമൊക്കെ ബാറ്ററി ചാർജ് എത്ര പോകും എന്നുള്ള ഒരു ഇതില് വന്നുപോയി. വണ്ടി അടുത്ത് വലുതാകുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഒരു 20% ഒക്കെ ആകുമ്പോഴേ ചാർജ് ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കംഫോർട്ടും ഇല്ല. ഒരു ഈ ബാറ്ററി ആൻസൈറ്റി, ചാർജിങ് ആൻസൈറ്റി, അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല. അപ്പൊ രാവിലെ നമ്മളൊരു സ്ഥലത്ത് പോകാൻ ഇറങ്ങുന്നു. വീടിന്റെ മുറ്റത്ത് കിടക്കുന്നത് കോഡിയാക്കും ഇതുമാണ്, അറ്റോ 3-മാണ്. വിച്ച് വൺ ഡു യു സെലക്ട്? ഞാൻ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇത് കംഫോർട്ട് വെച്ച് നോക്കിയാലോ? കംഫോർട്ട് വെച്ച് നോക്കുമ്പോഴും ഇത് തന്നെ പോകുന്നത്. പക്ഷെ കോഡിയാക്ക് നമ്മൾ ഫാമിലി ട്രിപ്പിനൊക്കെ പോകുമ്പോൾ കോഡിയാക്കായിരിക്കും കൂടുതൽ ഒരു
അറ്റ് എ സ്ട്രെച്ച് ഒരു 500-600 എബോ കിലോമീറ്റർ പോകാനാണെങ്കിൽ കൂടുതലും ഫാമിലി ട്രിപ്പിൽ ഇതിലും പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഇടയ്ക്കൊന്ന് നിർത്തി ഇടയ്ക്കൊന്ന് ചാർജ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത്. പക്ഷെ ഇപ്പോഴും ഇടയ്ക്ക് നിർത്തി ചാർജ് ചെയ്യുന്നതിൽ ഒരുപാട് നല്ല നല്ല ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ അറിയത്തുപോലും ഇല്ല. ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും ഒരു മൈൻഡ് റിലാക്സിങ് കിട്ടും. ശരിക്കും EV വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ വർക്കിനും ഒരു പ്ലാനിങ് ആയെന്ന് ഞാൻ പറയുന്നത്. രാവിലെ ഇറങ്ങുന്നതിന് മുമ്പേ പ്ലാനിങ് ഉണ്ട്. ശരി. അപ്പൊ അടുത്ത കാലത്ത് വന്ന EVകൾ ഏറ്റവും ശ്രദ്ധിച്ചത് ഏതാ? വാങ്ങിക്കാനൊന്നും അല്ലെങ്കിൽ പോലും ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊള്ളാലോ? എനിക്ക് ഇതുവരെ ഞാൻ നോക്കിയ ഒരു 60 lakhs താഴെ ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർത്ത്ഫുൾ എനിക്ക് തോന്നിയിട്ടുള്ള ഇതുവരെ ഇതാ. അടുത്തത് പിന്നെ കിയയുടെ ഒരു വണ്ടി വരുന്നുണ്ട്. പിന്നെ E9 ഇലക്ട്രിക്, അത് എക്സ്പെൻസ് വരുന്നുണ്ട്. 60 lakhs ബിലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ഇത് തന്നെയായിരിക്കും. അപ്പൊ ഇതിന്റെ റീസെയിൽ വാല്യൂവിനെ പറ്റി വറീഡല്ല? റീസെയിൽ വാല്യൂ ഈ 2.5 year ആയിട്ടും 80,000 കിലോമീറ്റർ ആയിട്ടും എനിക്ക് 25 lakhs ഓഫർ വരുന്നുണ്ട്. അപ്പോൾ അതൊരു കുഴപ്പമില്ലാത്ത റേറ്റ് ആണ് എൻ്റെ ഒരു. തന്നെയല്ല ഈ പറഞ്ഞ 8 ലക്ഷം രൂപ ലാഭിച്ചല്ലേ അതാണ് ഏറ്റവും വലിയ കാര്യം. വിൽക്കുന്നതിനെക്കാട്ടിലും ഉപരി നമ്മുടെ പർപ്പസ് നല്ലപോലെ മീറ്റ് ചെയ്യുന്നു. അതെ തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും എനിക്ക് പേടിയായി. നമ്മൾ ഈ പലരും എന്നെ കാണുമ്പോൾ പറയും വൈജേട്ടൻ ഉപദേശം അനുസരിച്ച് ഞാൻ ഇന്ന വണ്ടി വാങ്ങിച്ചു കിട്ടുന്നപ്പോൾ ഞാൻ ഇത്തിരി ഒന്ന് മാറി നിൽക്കും. അടിയാണോ വരുന്നത് എന്താണെന്ന് അറിയാതെ. ഏതായാലും രണ്ട് വണ്ടിയുടെ എന്റെ എക്സ്പീരിയൻസ് ബൈചേട്ടൻ തന്നെയായിരുന്നു. ഞാൻ നേരിട്ട് ചോദിച്ചില്ലെങ്കിലും എന്റെ ഫ്രണ്ട് വഴിയാണ് ചോദിച്ചത്. അതെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. പരിചയപ്പെട്ടതിൽ അപ്പം വീണ്ടും കാണാം പുതിയൊരു വണ്ടിയായിട്ട്. ഓക്കെ, താങ്ക് യു. ഇന്ത്യയിലെ ഈ എൻട്രി ലെവൽ EVകളിൽ ഏറ്റവും അധികം ആൾക്കാർ വാങ്ങിക്കുന്നൊരു വാഹനമാണ് ടിയാഗോ EV. എന്ന് തന്നെയല്ല, എനിക്ക് ഏറ്റവും അധികം ആൾക്കാർ വാഹനങ്ങളെപ്പറ്റി ചോദിച്ച് സംശയങ്ങളൊക്കെ അയക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ടിയാഗോ EVയെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ടിയാഗോ EVയുടെ ഓണറിനെയാണ് കാണുന്നത്. നമസ്കാരം. പേര്? പാട്രിക്. എന്ത് ചെയ്യുന്നു പാട്രിക്? ഞാൻ ഡെന്റിസ്റ്റ് ആണ്, ഓട്ടോ ഡെന്റിസ്റ്റ്. ശരി. എവിടെ? ഇവിടെ പള്ളുരുത്തിയിൽ. സ്വന്തം ക്ലിനിക്കാണോ? ക്ലിനിക്ക്, കൺസൾട്ടേഷൻ. എന്താ ക്ലിനിക്കിന്റെ പേര്? ഗോൾഡ് ക്രൗൺ ഡെന്റൽ കെയർ. ഗോൾഡ് ക്രൗൺ. ഓക്കെ. അപ്പോൾ എന്നിട്ട് പല്ലിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പള്ളുരുത്തിയിൽ കണ്ടാൽ മതി കേട്ടോ. അപ്പം ഈ പറഞ്ഞ പോലെ ഈ സ്വന്തം ക്ലിനിക്കുള്ള ഡോക്ടർ എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾ പറയുമല്ലോ, ഡോക്ടർ ഡ്രിവൺ കാറിന് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത്, സെക്കൻഡ് ഹാൻഡ് വില കിട്ടുന്ന ഡോക്ടർമാർ അധികം ഓടിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവർ രാവിലെ പല്ല് പറിക്കാൻ കയറിയാൽ പിന്നെ വൈകുന്നേരം ഇറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഒരു EV? എനിക്ക് ആക്ച്വലി മെയിനായിട്ട് കൺസൾട്ടേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഒരു ദിവസം മിനിമം ഒരു 50 കിലോമീറ്റേഴ്സ് എങ്കിലും ഓടും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മൈലേജ് ഉള്ളൊരു വണ്ടി വേണമായിരുന്നു. ഞാൻ ആക്ച്വലി ആദ്യം ഡീസൽ വണ്ടിയാണ്. എൻ്റെ വണ്ടി ഡീസലായിരുന്നു ആദ്യം, ഒരു ഫ്രീ സ്റ്റൈലായിരുന്നു. അപ്പോൾ എനിക്കൊരു ഓട്ടോമാറ്റിക് ഡീസൽ വേണമായിരുന്നു, ചെറിയ വണ്ടി, വലിയ വണ്ടി സിറ്റിക്കകത്ത് ഓടിക്കാൻ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഡീസൽ ഓപ്ഷൻസ് ഉള്ള ഹാച്ച് ബാക്സ് കുറവാണ്. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ അങ്ങനെ EVയിലോട്ട് കയറി. ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടില്ല? ഇല്ല. ഞാൻ ഓട്ടോമാറ്റിക് യൂസ് ചെയ്തു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വണ്ടി. അപ്പോൾ ആദ്യം കുറച്ച് ഒരു 2 to 3 days ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ആ ക്ലച്ച് ഇല്ലാണ്ട് ഇതൊക്കെ ഓടിക്കാൻ. പക്ഷെ ഇപ്പൊ ഓക്കെ, ശബ്ദമില്ല, ഒന്നുമില്ല അല്ലേ? ശബ്ദം ഇല്ലാത്ത എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അല്ലാതെ ക്ലച്ച് ഇല്ലാത്ത ഗിയർ മാറ്റാൻ അന്ന് ഗിയറേ ഇല്ലല്ലോ. അപ്പൊ അതൊരു പ്രശ്നമായിരുന്നു. അറിയാണ്ട് ബ്രേക്ക് ചവിട്ടും, ആ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പിന്നെ കുഴപ്പമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ 2-3 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഫോർഡിൻ്റെ ഏറ്റവും ഗംഭീരമായ ഒരു വണ്ടി, വളരെ സെക്യൂർഡ്, നമുക്ക് വളരെ സേഫ്റ്റി ഫീൽ തോന്നുന്നൊരു വാഹനത്തിൽ നിന്നും നേരെ ഒരു ഇന്ത്യൻ വാഹനത്തിലേക്ക് വന്ന മാറ്റം. മറ്റൊന്ന്, ഒരു ഡീസൽ വാഹനത്തിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് വന്ന മാറ്റം. പിന്നെ ഒന്ന്, മാനുവലിൽ നിന്ന് ഓട്ടോമാറ്റിക്കിലേക്കുള്ള മാറ്റം. ഇത്ര 3 മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് സംഭവിച്ചത്. അപ്പോൾ ആദ്യത്തെ ഉത്തരം എന്തായിരിക്കും? ആ ഒരു സേഫ്റ്റി കേജ് പോലത്തെ ഒരു വാഹനത്തിൽ ഇതിലേക്ക് വന്നപ്പോൾ ആ വണ്ടി നല്ല വണ്ടിയാണ്. പക്ഷേ ഫോർഡ് നിർത്തി പോയി കഴിഞ്ഞപ്പോൾ അവിടെ സർവീസ് ഭയങ്കര മോശമായിരുന്നു. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ അത് ഇനിയും മോശമാവും എന്നൊരു പേടി വന്നിട്ട് ഞാൻ അങ്ങനെ കൊടുത്തപ്പോൾ നല്ല വില കിട്ടിയോ? അത്യാവശ്യം നല്ല വില കിട്ടി. എനിക്ക് 5.5 എന്തോ കിട്ടി. 9-10 എന്തോ അത്രയും കിട്ടി. എങ്കിലും ഒരു നിന്നുപോയ കമ്പനിയുടെ ഒരു വണ്ടിക്ക് ഇപ്പോഴും ഇത്ര വിലയുണ്ടെന്ന് പറയുന്ന ഒരു ഓടിക്കാൻ നല്ല രസമായിരുന്നു. അപ്പൊ അതിന്ന് പിന്നെ ഇതിലോട്ട് മാറി ഇത് സെലക്ട് ചെയ്തെന്നുകൊണ്ടാണ് ഇപ്പൊ ടിയാഗോ EV എന്ന് പറയുന്നത്. ഇപ്പം സാധാരണ നെക്സോണിലേക്കൊക്കെയാണ് പോകാറുള്ളത്, അല്ലെങ്കിൽ കോമറ്റ്, ഈ ഒരു വിലക്ക് കോമറ്റ്. എന്താ ഇത് സെലക്ട് ചെയ്യാൻ കാര്യം? എനിക്ക് ഭയങ്കര വലുത് വേണ്ട, വേറെ എണ്ണം ഉണ്ട്.
അപ്പോൾ എനിക്ക് സിറ്റിക്കകത്ത് ഓടിക്കാനായിട്ട് ഒരു ചെറിയ വണ്ടി വേണമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് മെയിനായിട്ട്. അപ്പോൾ ഒത്തിരി ചെറുതും പാടില്ല, ലഗേജ് കയറ്റാൻ പറ്റണം, അത്യാവശ്യം കുറച്ച് ദൂരത്തിലും പോകാൻ പറ്റുന്ന ആ ടൈപ്പ് ഒരു വണ്ടി വേണം. അതാണ് ആക്ച്വലി എത്തിയത്. എന്നിട്ട് ഇപ്പം ഒരു ഒറ്റ ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ ടിയാഗോ EV വാങ്ങിക്കാൻ പോകുന്നവരോട് വാങ്ങിച്ചോ എന്ന് പറയുമോ? എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് വാങ്ങിച്ചു എന്ന് പറയും. പക്ഷേ ഞാൻ വാങ്ങിച്ച സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട് വാങ്ങിച്ച്, എൻ്റെ ചേട്ടൻ ഒരു 45 months ബാക്ക് വാങ്ങിക്കും. രണ്ടുപേർക്കും നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചേട്ടൻ്റെ വണ്ടി ഒരു 2 പ്രാവശ്യം ബാറ്ററി മാറ്റേണ്ടി വന്നു. 2 പ്രാവശ്യം? എൻ്റെ ഫ്രണ്ടിനും എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട്. അപ്പോൾ പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. അതാണ് ടാറ്റയുടെ കാര്യത്തിലുള്ള ക്വാളിറ്റി കൺട്രോളിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞു കേട്ടത്. ഒരേ വണ്ടി 3 പേര് വാങ്ങിച്ച് 2 പേർക്ക് പ്രശ്നം, ഒരാൾക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ മാരുതിയോ ഹ്യുണ്ടായൊക്കെ ആണെങ്കിൽ 3 പേർക്കും പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ ഇതാണ് ആ ഒരു പ്രശ്നം. എന്തുണ്ട് റേഞ്ച് എന്ത് കിട്ടുന്നുണ്ട്? റേഞ്ച് 180 എന്താണെങ്കിലും കിട്ടും. ഒരു നന്നായിട്ട് സമാധാനമായിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ 200 ഒക്കെ കിട്ടും. വീട്ടിൽ തന്നെയാണോ അധികം ചാർജ് ചെയ്യുന്നത്? വീട്ടിൽ തന്നെ. എത്ര നേരം എടുക്കാറുണ്ട്? 10% കയറാൻ 1 hour. എൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് അങ്ങനെയാണ്. 10 മണിക്കൂർ 0 to 100 എന്താണെങ്കിലും 10 മണിക്കൂർ എടുക്കും. ഞാൻ ഓവർനൈറ്റ് ഇടും, മോർണിംഗ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം എല്ലാം ആവും. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? എന്താ? സൈലൻസ്, പിന്നെ ആ ഇനീഷ്യൽ പിക്കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒന്ന് എൻ്റെ ബ്രേക്കിംഗ് ആണ്. കാരണം ഫോർഡിൽ നിന്ന് ഇതിലോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. പക്ഷെ നല്ല പ്ലാന്റഡ് ആണ് വണ്ടി, നല്ല പ്ലാന്റഡ് ആണ്. സസ്പെൻഷൻ ആക്ച്വലി ഫോർഡിൻ്റെ അത്രയും ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. പക്ഷെ ആ സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് തരുന്നില്ല. ബാക്കി ഇൻഫർടൈൻമെന്റ് സിസ്റ്റം അത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഈ ഒരു ഗ്ലിഞ്ചസ് ഉണ്ടോ? ഇടയ്ക്ക് റിവേഴ്സ് ക്യാമറ മാത്രം ഓണായിരിക്കും, സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓണായിരിക്കും. അത് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ അത് ശരിയാണ്. അല്ലാണ്ട് പ്രോബ്ലംസ് ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. സർവീസ് ആണെങ്കിലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, പെട്ടെന്ന് എല്ലാം ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ EV ഒരു മാറ്റം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് തന്നെയാണോ കാണുന്നത്? ആണ്. EV എന്താണെങ്കിലും EV ആണ് ഫ്യൂച്ചർ. നല്ല വണ്ടിയാണ് ഏത് വണ്ടിയാണെങ്കിലും. പിന്നെ പവർ കൂടുതൽ വേണം എന്ന് ഞാൻ പറയുന്നില്ല. ഞാനിത് ആക്ച്വലി ഡെയിലി ഡ്രൈവറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ അത് വെച്ചിട്ട് ഐ എം വെരി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഇനിയിപ്പം തുടർന്ന് ജീവിതത്തിൽ EV എന്നാണോ മാറ്റിയിട്ട് വേറെ ഒരെണ്ണം എടുക്കണമെന്നുണ്ട്. അതും EV ആകാനാണ് സാധ്യത അല്ലേ? അപ്പോൾ EV പറ്റി മടിച്ചു നിൽക്കുന്നവർക്കുള്ള ഒരു ഉപദേശം കേട്ടോ. അത് EV ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇനി EV ജീവിതത്തിൽ ഇനി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതാണ് അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് അല്ലാത്ത വണ്ടി ഇനി എടുക്കുന്നില്ല. അതും മറ്റൊരു കാര്യമാണ്. ഞാനൊക്കെ പലരും ഉപദേശിക്കാൻ പറയുമോ മാനുവൽ ഓടിക്കുന്നതിൻ്റെ ഹരം കിട്ടില്ല. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഓട്ടോമാറ്റിക് നിങ്ങൾ സിറ്റിയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഒരു എഫേർട്ടിൻ്റെ 70% കുറയും അല്ലേ? സുഖമായിട്ട് നമുക്ക് ഒരു മടുപ്പും ഇല്ലാതെ ഓടിച്ചു പോകാൻ പറ്റും ഓട്ടോമാറ്റിക് ആണെങ്കിൽ. അതും ഒന്ന് മനസ്സിലാക്കിക്കോളാം. അപ്പോൾ എന്തായാലും എത്ര രൂപ ഇതുകൊണ്ടുള്ള അതുകൂടെ ചോദിച്ചാൽ? ഇത് എനിക്ക് 11 ആയി. സർവീസ് കോസ്റ്റ് നോക്കിയിട്ടുണ്ടോ? സർവീസ് കോസ്റ്റ് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ 40,000 ആയി. 40 ആയി. അപ്പം അതിൻ്റെ സർവീസ് എനിക്ക് ഇപ്പോൾ 10ന്റെ അടുത്തായി. കാര്യങ്ങളുണ്ടായിരുന്നു, ചെറിയ കാര്യങ്ങൾ മാറ്റാനുള്ളതുണ്ട്. അല്ലാണ്ട് വേറെ കുഴപ്പമില്ല. എന്തായാലും 40,000 ഓടിയ ടിയാഗോയാണ് കേട്ടോ. ഞാൻ അത്ര ഓടിയെന്ന് വിചാരിച്ചില്ല. 40,000 ഓടിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഇല്ല പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. അപ്പോൾ നമ്മുടെ റോഡുകളിൽ അപൂർവമായിട്ട് കാണുന്ന ഒരു വാഹനമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാവസാക്കിയുടെ വേഴ്സസ് 1100 ആണ്. ഇത് 1100 cc എഞ്ചിനുള്ള കാവസാക്കിയുടെ ഒരു ബൈക്കാണ്. 1100 cc എഞ്ചിൻ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇപ്പോഴത്തെ സാധാരണ നമ്മളിപ്പോൾ കണ്ടുവരുന്ന പുതിയ വാഹനങ്ങൾ, പുതിയ കാറുകൾ എന്നൊക്കെ പറയുന്നത് 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ എന്നൊക്കെ പറയുമ്പോൾ 1000 cc ഉള്ളൂ. അതിനേക്കാളും പവർഫുള്ളായിട്ടുള്ള എഞ്ചിനോട് കൂടിയ ഒരു വാഹനമാണ്. അതിൻ്റെ ഓണറിനെ പരിചയപ്പെടാം. നമസ്കാരം. പേര് ഉണ്ണികൃഷ്ണൻ. എന്ത് ചെയ്യുന്നു? ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്, ITC ബാംഗ്ലൂർ. ബാംഗ്ലൂരാ? പക്ഷേ എൻ്റെ വർക്ക് ഫ്രം ഹോം ആണ്, വീട്ടിൽ നിന്ന് തന്നെ. ശരി. അപ്പം വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാഹനം ഷെഡിൽ നിർത്തിയിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? റൈഡുകൾ പോകാറുണ്ട്. ഇപ്പം നമുക്ക് 2-3 ഗ്രൂപ്പുകളുണ്ട് റൈഡിങ്ങിന്. അപ്പം ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ISR ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ തന്നെ അതിൻ്റെ തന്നെ സബ്സെറ്റ് ആയിട്ടുള്ള ചെറിയ എറണാകുളം ഗ്രൂപ്പുകളുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് റൈഡ്സ് തന്നെ പോകും.
പിന്നെ ഇടയ്ക്ക് ഒരു എന്താ പറയുക ബോറടിക്കുമ്പോൾ വണ്ടി എടുത്തങ്ങ് ഇറങ്ങും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടിയിലേക്ക് എത്തിയത്? ആക്ച്വലി ഇൻലൈൻ 4 നമ്മുടെ ഒരു ഡ്രീം ആയിരുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ധൂം കണ്ട് തുടങ്ങിയ ഭ്രാന്തായിരുന്നു. അപ്പോൾ ഒരു ഹൈബൂസ ആ ഒരു മോഡൽ വണ്ടി നമുക്ക് എന്നും ഒരു ഡ്രീം ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് വണ്ടി പൾസർ ആയിരുന്നു. അത് കോളേജിൽ പഠിക്കുമ്പോൾ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ റോയൽ എൻഫീൽഡ്, അത് കഴിഞ്ഞ് പിന്നെ ഇന്റർസെപ്റ്റർ, അങ്ങനെ എൻഫീൽഡ് തന്നെയായിരുന്നു കുറച്ച് നാൾ. പിന്നെ ഇന്റർസെപ്റ്ററിലേക്ക് മാറി. പക്ഷെ നമുക്ക് ആ ഒരു റൈഡിന്റെ ആ ഒരു ത്രില്ല് കിട്ടുന്നില്ല എന്നൊരു ഫീൽ വന്നു. പിന്നെ ഇന്റർസെപ്റ്ററിന്റെ ആ ഒരു പോസ്റ്റർ എനിക്ക് ഫിസിക്കലി പ്രശ്നം വന്നിരുന്നു, ബാക്ക് പെയിൻ. അങ്ങനെ നോക്കിയിരുന്ന വണ്ടി കൊടുത്തു. പിന്നെ റൈഡ് ചെയ്യാൻ വണ്ടിയില്ല. ഒരു പഴയ ബുള്ളറ്റ് ഉണ്ട് എൻ്റെ 89 മോഡൽ വണ്ടി ഉണ്ട്. അത് ഞാനിപ്പോഴും സേഫ് ആക്കി വെച്ചേക്കാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് റൈഡ് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സനൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി ഞങ്ങൾ ഈ വണ്ടി ഡിസ്കഷൻസ് ഒരുപാടുള്ള. അപ്പൊ പുള്ളിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫെബിലാണ് ലോഞ്ച്. അങ്ങനെ വന്നപ്പോൾ ഞാൻ വീഡിയോസ് കണ്ടു തുടങ്ങി. ഇത് ഞാൻ വണ്ടി കണ്ടിട്ടില്ലായിരുന്നില്ല, എടുക്കുന്നവരെ ഞാൻ ഈ വണ്ടി കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് ഒരു അഡ്വഞ്ചർ ടൂറർ വണ്ടീസ് ഒരു ആഗ്രഹമായിരുന്നു. ഇൻലൈൻ 4 വേണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടെ ചേർന്ന ആ ഒരു പോസ്റ്ററും സൈസും ഒരു റോഡ് പ്രസൻസ് ഒക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അതും എല്ലാം ചേർന്ന ഒരു വണ്ടി ഇതാന്ന് തോന്നി. പുതിയ വണ്ടിയാണ്. അതിപ്പോ ഫസ്റ്റ് വണ്ടിയാണ്, കേരളത്തിലെയും ഫസ്റ്റ് വണ്ടിയാണ്, ഇന്ത്യയിലും ഫസ്റ്റ് ഡെലിവറി ചെയ്ത വണ്ടിയാണ്. ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്തു. ഞാൻ ലോഞ്ച് ചെയ്തതിന്റെ പിറ്റേന്ന് ബുക്ക് ചെയ്ത വണ്ടി. ഇപ്പം കവാസാക്കി നല്ലോണം നിർബന്ധിച്ച് വണ്ടി ഇറക്കി കിട്ടിയതാണ്. ഒരു ഡിലേ ഉണ്ടായിരുന്നു. ഇവരുടെ ഫസ്റ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ മറ്റേ ഈ പൊല്യൂഷൻ നോംസ് ഒക്കെ ഒന്ന് പാസ്സാവാൻ സമയമെടുത്തു. പക്ഷെ പിന്നെ കവാസാക്കിയാണ്, ജാപ്പനീസ് ആണ്. സോ ആ റിലയബിലിറ്റി എഞ്ചിൻ എനിക്ക് ഇതുവരെ ഇപ്പൊ ഒരു 10,000 കിലോമീറ്റർ ഓടി ഞാൻ. 6-7 മാസമായിട്ടുള്ളൂ. ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് ബൈക്ക്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് തന്നെയാണോ ഡെലിവറി എടുത്തത്? കൊച്ചിയിലാണ് ഇപ്പൊ ഷോറൂം. ഇപ്പൊ എനിക്കൊരു ട്രിവാൻഡ്രത്തും ഉണ്ട്. പക്ഷെ ഇവിടെ കൊച്ചി കളമശ്ശേരിയിലാണ്. അവർ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമുക്ക് എല്ലാ അപ്ഡേറ്റ്സും തരുമായിരുന്നു. നമുക്ക് ഇപ്പൊ ചെന്നാലും എന്ത് ഇഷ്യൂ ചെന്നാലും നമ്മൾ അവരെ അഡ്രസ് ചെയ്യും. എത്ര രൂപയായി ഓൺ റോഡ്? ഇത് ഓൺ റോഡ് അവർ 12.99 എന്നൊക്കെയാണ് സൈറ്റിൽ കാണിക്കുന്നത്. പക്ഷെ കേരളത്തിൽ അത് എക്സ് ഷോറൂം പ്രൈസ് 13 പോയിന്റ് സംതിങ് പ്ലസ് നമ്മുടെ രജിസ്ട്രേഷൻ എല്ലാം കൂടെ ചേർന്നത് 16.5 ഇറക്കാൻ സ്റ്റോക്ക് ആയിട്ട്. അപ്പൊ ഇത്രയും കാലം ഈ ഒരു ഇൻലൈൻ 4 വേണ്ടി വെയിറ്റ് ചെയ്തു, അങ്ങനെ ഇത് എടുത്തു, 6 മാസം ഓടിച്ചു. അപ്പൊ ഈ ഒരു വിലക്ക് ഇത് വർത്താണെന്ന് തോന്നുന്നു. എനിക്ക് ഇത്രയും ഇതിന്റെ ബേസിക്കലി ഇതിന്റെ സീറ്റിംഗും ആ ഒരു പവർ ഡെലിവറിയും ഭയങ്കര ലീനിയർ ആണ്. നമുക്ക് നല്ല സ്മൂത്ത് എഞ്ചിനാണ്. എസ്പെഷ്യലി ഈ ഇൻലൈൻ 4 കൂടെ ആയതുകൊണ്ട് ആ ഒരു സ്മൂത്ത് ആക്സിലറേഷൻ അതെല്ലാം ഉണ്ട്. എനിക്ക് സീറ്റിംഗ് ഇതിന്റെ ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. നല്ല വൈറ്റ് സീറ്റ്സ് ആണ്. മറ്റേ ഗോൾഡ് വിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആ ഒരു റേഞ്ചിലുള്ള സീറ്റിംഗ് ആണ്. പിന്നെ ഈ ഒരു വിലക്ക് ഇറ്റ്സ് വർത്ത്. കാരണം ഇതിന് നമ്മൾ ടൈഗറിനൊക്കെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് മോർ ദാൻ 20. നമുക്ക് അത്രയും അതിന്റെ ആവശ്യമില്ല. അതിന് മാത്രം റൈഡർ ഒന്നും അല്ല നമ്മൾ. ഇതാകുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് ഓടിക്കും. ആ വിലക്കുള്ള ഇതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എന്തുകൊണ്ടാണ് ഈ കാവസാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡീലർഷിപ്പ് ഉണ്ടായിട്ട് പോലും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു മോഡലുകളല്ല ഇതിന്റെ? എന്തുകൊണ്ടായിരിക്കും അത്? ഈ ഒരു കാവസാക്കിയുടെ പവർഫുൾ ബൈക്കുകൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാർ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്? എന്താണ് റോഡ് കണ്ടീഷൻസ് അങ്ങനെ? എസ്പെഷ്യലി കേരളത്തിലൊക്കെ ഈ നമുക്ക് ഇപ്പം എൻ്റെ കാര്യം തന്നെ നമുക്ക് ഇവിടെ നിന്നൊന്നും ഓടിക്കണമെങ്കിൽ തന്നെ ഒരു സ്ഥലമില്ല, ട്രാഫിക് ഉണ്ട്. പിന്നെ ഇത് ഹീറ്റ് ആവും. ഇത് ആക്ച്വലി ഹീറ്റ് കുറവാണ്. എന്നാലും മറ്റേ ഇത്രയും പവറുള്ള എഞ്ചിൻ ആകുമ്പം ഹീറ്റ് കൂടുതലുണ്ട്. നമുക്കിത് ട്രാഫിക്കിൽ ഒരു 5 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കും ഈ സിഗ്നലിൽ നിർത്തുമ്പോഴേക്കും തന്നെ നമുക്ക് അതിൻ്റെതായ കുറച്ച് പരിമിതികളുണ്ട്. ഈ നമ്മുടെ നാടിന്റെ കുഴപ്പമാണ്, വണ്ടിയുടെ കുഴപ്പമല്ല. പക്ഷേ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും തണുപ്പില്ല, അല്ലെ? ചൂട് ചൂടാണ്. അപ്പൊ എല്ലാം കൂടെ നമ്മളിപ്പം ഞാനിപ്പോ എടുത്ത ഉടനെ ഞാൻ ട്രിവാൻഡ്രം പോയി വന്നായിരുന്നു. 2ാമത്തെ ദിവസം ജസ്റ്റ് ഒന്ന് റൈഡിന് വേണ്ടി ട്രിവാൻഡ്രം പോയി. പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്കും ആ പീക്ക് സമ്മർ ആയിരുന്നു, ഒരു മാർച്ച് ഏപ്രിൽ. വയ്യാണ്ടായി പോയി. നമ്മൾ റൈഡിംഗ് ഗിയർ എല്ലാം കൂടി ഇട്ട് ഓടിക്കുമ്പോഴേക്കും നമ്മൾ ട്രെയിൻഡ് ഔട്ട് ആയി. ചൂടാണ് അത്രയും. റോഡിന്റെ ആ ടാറിന്റെ ഹീറ്റും ഉണ്ട്, വണ്ടിയുടെ ഹീറ്റും ഉണ്ട്. എല്ലാം കൂടെ അത് മാത്രമുള്ള ഒരു പ്രശ്നം. ദൂരം വരെ ഓടിച്ചു ഞാൻ മാക്സിമം പോയത് കൊല്ലി ഹിൽസ്. ഒരു റൈഡ് പോയായിരുന്നു. കൊല്ലി ഹിൽസ് നല്ല ദൂരമായിരുന്നു. അത് നല്ലൊരു റൈഡായിരുന്നു. കൊല്ലി ഹിൽസിൽ അത്രയും ഹെയർ പിൻ ഒക്കെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ ഹെയർ പിന്റെ ഒരു ഏത് വണ്ടി ഓടിച്ചാലും ഉള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, നമ്മൾ നോക്കിയെടുക്കണം. പക്ഷേ ഇറ്റ് വാസ് വെരി സ്മൂത്ത്. നമുക്ക് ആ ഒരു റൈഡ് ഫുള്ള് നമ്മൾ എൻജോയ് ചെയ്ത് പോയതാണ്. അപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന അധികം ഈ വണ്ടിയായിട്ട് അങ്ങനെ പരിചയമുള്ളവരായിരിക്കില്ല. എന്തൊക്കെയാണ് ഇതിന്റെ അത് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്? കണക്ടിവിറ്റി എങ്ങനെയുണ്ട്? സ്റ്റോക്ക് ഫീച്ചേഴ്സ് ആയിട്ട് ആക്ച്വലി ഒന്നുമില്ല. ഇല്ല. കാരണം ഈ വിലക്കുള്ള കൊടുക്കുന്നതിനുള്ള നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പം പറയുകയാണെങ്കിൽ ഈ ഡിസ്പ്ലേ തന്നെ ഇത് നോർമൽ LCD ഡിസ്പ്ലേ ആണ്. TFT ഇല്ല. നോർമൽ ഡിസ്പ്ലേ ആണ്. കാരണം അത് ഇപ്പൊ ഇതിന്റെ താഴെയുള്ള വേഴ്സസ് 650 TFT കൊടുക്കുന്നുണ്ട്. നിഞ്ച 650 TFT കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാമായിരുന്നു. പിന്നെയുള്ള ക്രൂസ് കൺട്രോൾ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, പവർ മോഡ് ഉണ്ട്. ബാക്കി ഹീറ്റർ ഗ്രിപ്പ് ഒക്കെ ഞാൻ ആക്സസറി ആയിട്ട് കവാസാക്കിയുടെ തന്നെ ആക്സസറി വെച്ചു. ക്വിക്ക് ഷിഫ്റ്ററും ആക്സസറി വെച്ചു. സ്റ്റോക്ക് വരുന്നില്ല.
അപ്പോൾ അത് അങ്ങനെ കുറച്ച് ചെറിയ ഇതുണ്ട്. പിന്നെ ഇത് ഈ സ്ക്രീനൊക്കെ നമ്മൾ അഡീഷണൽ വെച്ചതാണ്. ഇത് കൊള്ളാം. ശ്യാമ ഇത് നോക്കും. ഇത് ബേസിക്കലി ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ഉള്ള. അതൊക്കെ അഡീഷണൽ, അത് കാവസാക്കിയുടെ തന്നെയാണ്? അല്ലല്ല, നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ചെയ്തതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഫ്രണ്ട് ഉണ്ട്, പുള്ളി തന്നെ ചെയ്തു തന്നു. അപ്പോൾ ഈ ആക്സറീസിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയുണ്ട്? കവാസാക്കിയുടെ ആക്സസറി ഭയങ്കര വിലയാണ്, ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഹീറ്റഡ് ഗ്രിപ്പും ക്വിക്ക് ഷിഫ്റ്ററും മാത്രം എനിക്കൊരു 80,000 വന്നു. 80? ഈ പാനിയർ ബോക്സ് ഇത് സ്റ്റോക്ക് അവരുടെ തന്നെ OEM ആണ്. അത് കാരണം ഈ സ്ലോട്ടിൽ കയറാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഇത് വെക്കണം, ഫ്രെയിം വെക്കണം, അത് വേണ്ടായിരുന്നു. അപ്പൊ ഈ ഇതിന് മാത്രം എനിക്ക് 1.5 ആയി, ഈ ബോക്സിന് മാത്രം. ഒരു ബൈക്കിന്റെ വില തന്നെയാണ്. ബൈക്കിന്റെ വില. ആക്സസറി തൊട്ടാൽ പൈസയാവും. പക്ഷെ ഇതൊക്കെ അത്യാവശ്യമുള്ളതായതുകൊണ്ട് നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ സർവീസ് കോസ്റ്റോ? 6 മാസം സർവീസ് 6 മാസം സർവീസ് ഉണ്ട്. ഞാൻ ആ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ എമൗണ്ട് വരുന്നില്ല. പക്ഷെ അതർവൈസ് എനിക്ക് കൊണ്ട് ഒരു 6,000 7,000 കാറിന്റെ സർവീസ് റേറ്റ് ഒരുപാടാണെന്നും പറയില്ല, നോർമൽ ഒരു ഇതാണ്. പക്ഷെ ഞാൻ 4 ഇയേഴ്സിലേക്ക് എക്സ്റ്റൻഡ് വാറണ്ടി പ്ലസ് ഒരു പാക്കേജ് എടുത്തിട്ടുണ്ട്. എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? എന്താണ് ഇത്രയും കാലം ഓടിച്ചപ്പോൾ? പവർ ഡെലിവറി ഭയങ്കര ലീനിയർ പവറാണ്. പിന്നെ ഞാനിത് ലോ പവർ മോഡിലിട്ട് ഓടിക്കാറുള്ളൂ. ഞാൻ ഹൈ പവറിൽ ഇടേണ്ട ആവശ്യമാണ്. തമിഴ്നാട്ടിൽ പോയപ്പോൾ കൊല്ലി ഹിൽസ് പോയപ്പോൾ ഹൈ പവർ ഇട്ട് ഓടിച്ചു, ഫുൾ പവർ ഇട്ട് ഓടിച്ചു. പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല. നമുക്കിത് ഫസ്റ്റ് ഇയറിൽ എനിക്ക് കൊണ്ട് ഒരു 80-90 ഒരു 4 സെക്കൻഡിൽ കയറിപ്പോ. ബ്രേക്കിംഗ് എങ്ങനെയുണ്ട്? ബ്രേക്കിംഗ് നല്ലതാണ്, വളരെ നല്ല ബ്രേക്കിംഗ് ആണ്. അതിന്റെ അനുഭവം ഞാൻ പറയാം. ഞാനത് ചോദിക്കാതിരിക്കുന്നത് ഇവിടെ നിന്ന് പൊട്ടിയിട്ടുണ്ട്. അത് ഇവിടെ ഞാനൊരു റൈഡ് കഴിഞ്ഞ ദിവസം വരുമ്പം ഒരു വണ്ടി, ഒരു B6 ഒരു മുമ്പോട്ട് എടുത്തു. എനിക്കത് വണ്ടി പിടിച്ചിട്ട് കിട്ടിയില്ലേ, നമ്മളും അത്യാവശ്യം സ്പീഡിലായിരുന്നു, ഒരു 60-65 ഇതിലായിരുന്നു. പക്ഷെ ഇതിന്റെ ബ്രേക്കിംഗ് നല്ലതായിരുന്നു കൊണ്ടും ഞാൻ ഗിയർഡപ്പ് ആയിരുന്നുകൊണ്ടും നമുക്ക് വേറെ ഒന്നും പറ്റിയില്ല. ആ ഒരു പൊട്ടല് മാത്രം മറിഞ്ഞു. ഇത് ഇടിച്ചു, ഇപ്പുറത്തേക്ക് മറിഞ്ഞു. പക്ഷേ ഈ നമ്മൾ ഈ ബാർക്ക് ബസ്റ്റേഴ്സ് ഒക്കെ വെച്ചേക്കുന്നതുകൊണ്ട് വേറെ നമുക്ക് ഡാമേജസ് ഒന്നും പറ്റിയില്ല. ഇത് ഈ സൈഡ് മാത്രം, അതിന്റെയും ഈ ഫെൻഡർ ഒന്ന് ചെറുതായിട്ട് പറ്റി. ഇതിനിപ്പോ ഇത് മാറ്റണമെങ്കിൽ എന്ത് വിലയാകുമെന്ന് കണക്കാക്കിയോ? ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടി വരും. അപ്പൊ അത് അവരിപ്പം ഈ അവധിയും പിന്നെ കുറച്ച് തിരക്കായതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഹെഡ്ലൈറ്റ് ഒക്കെ തൊട്ടാ 1,00,000 രൂപയാണ് ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചെയ്യണം. അപ്പം അത് അവർ അസസ് ചെയ്ത് പറയാന്ന് പറഞ്ഞു. അപ്പൊ തൽക്കാലം വണ്ടി കൊണ്ടുപോകോളാൻ പറഞ്ഞു. പിന്നെ പാർട്സ് എല്ലാം ജപ്പാൻ എന്ന് പറഞ്ഞു, ഇവിടെ ഇല്ല. അതാണ് അതിന്റെ ഒരു, എനിക്ക് അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നത്. എന്തെങ്കിലും ഒരു പാർട്ട് ഓർഡർ ചെയ്താൽ ജപ്പാനിൽ നിന്ന് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. CB ആണല്ലോ വണ്ടി, അതുകൊണ്ട് ഫുൾ അല്ല. ഇപ്പം എന്താ പറയാ, ഇത് ടയർ, എഞ്ചിൻ, ചാസി എല്ലാം ജപ്പാനിൽ നിന്ന് അസംബിൾ ചെയ്ത് ഇവിടെ വന്നിട്ടാണ് ഫെയറിംഗ് അസംബിൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ എന്നാലും ചില പാർട്സ് അവിടെ നിന്നാണ്, കാരണം ഇവിടെ അധികം മൂവ്മെന്റ് ഇല്ലാത്ത വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പാർട്സ് എടുത്ത് വെക്കാനൊക്കെ കൊണ്ട് പറ്റില്ല. കേരളത്തിൽ എനിക്കൊണ്ട് 4 വണ്ടിയോ മാക്സിമം 5 വണ്ടി ഉണ്ടെങ്കിലും വേഴ്സസ്. അപ്പൊ ഈ എല്ലാ ഇന്ത്യക്കാരും ചോദിക്കുന്ന ചോദ്യം, മൈലേജ് ഒന്നുണ്ടോ? ഈ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ നമ്മള് ഞാൻ ചോദിച്ചാൽ പറ്റൂ. കമ്പനി പറയുന്നത് 23-24 പറയും. എനിക്ക് ഞാൻ എൻ്റെ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ചേഞ്ച്ഡാണ്. അപ്പം എക്സോസ്റ്റ് മാറ്റുന്നതിന് മുമ്പ് എനിക്കൊരു 18 കിട്ടുമായിരുന്നു. എക്സോസ്റ്റ് മാറ്റിയതിന് ശേഷം 12-13 കിട്ടും. പക്ഷെ നമ്മളിത് മൈലേജ് ഓറിയന്റഡ് ആയിട്ട് ഓടിക്കാൻ പറ്റില്ല. വേറൊരു കാര്യമുണ്ട്, ഈ ഒരു 1100cc കാറിന് കിട്ടുന്ന അതെ എക്സാക്ട്ലി അതുണ്ട്. പിന്നെ കാറിന്റെ വെയിറ്റ് ഇല്ലാത്തോണ്ട് കുറച്ച് കൂടുതൽ കിട്ടിയാൽ, പക്ഷെ എന്നാലും അത് പക്ഷെ നമ്മള് എന്താ പറയാ, മര്യാദയ്ക്ക് ഓടിച്ചാൽ കിട്ടും. ഇപ്പൊ ഹൈവേയിലൊക്കെ നമ്മള് മര്യാദയ്ക്ക്, ഇവിടെ അല്ല തമിഴ്നാട്ടിൽ പോയാൽ ഡെഫിനറ്റ്ലി നമ്മൾ കൈ കൊടുക്കും. അതും ഒരു 100-120 ഒക്കെ ആകുമ്പോഴേക്കും കാറ്റടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ബാലൻസ് പോകുന്നവരുണ്ട്. അത്ര വെയിറ്റ് ഒക്കെ വരുമ്പോൾ ഹെൽമെറ്റിൽ കാറ്റടിക്കുമ്പോഴൊക്കെ പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് എന്താ പറയാ, ഇതാണ് 12-14 ഒരു ആവറേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ, എല്ലാം കൂടെ കൂട്ടിയാ. അപ്പൊ എന്താണ് ഇനി ദീർഘകാലം ഇത് ഉപയോഗിക്കാനാണ് പരിപാടി? ആണ്, കാരണം ഇത് നമ്മുടെ ഒരു ഡ്രീം വണ്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇതങ്ങനെ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കില്ല എന്നുള്ളൊരിതാണ്. മാക്സിമം ഉപയോഗിച്ച് തന്നെ തീർക്കാൻ. പൊതുവെ എങ്ങനെയുണ്ടോ കാവസാക്കിക്ക് റീസെയിൽ വാല്യൂ? എനിക്ക് അതിനെപ്പറ്റി എനിക്ക് ആധികാരികമായി അറിയില്ല. പക്ഷെ എന്നാലും വണ്ടി ഇഷ്ടമുള്ളവര് എടുക്കും, ഇത് തന്നെ നോക്കി നിൽക്കുന്നവരെടുക്കും. അതല്ലാതെ ഉള്ളവർ ഈ ചെറിയ എന്താ പറയാ വണ്ടി വാങ്ങിച്ച് റീസെയിലിന് വേണ്ടി വാങ്ങിക്കുന്നവരാണ്. ഇപ്പൊ എൻ്റെ വേറെ ഉള്ള വണ്ടി എൻഡവറാണ്. അപ്പൊ എൻഡവർ 2 ലിറ്റർ ആണ്. അപ്പം അത് നമ്മൾ എടുത്തത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെ, അത് കൊടുക്കാൻ താല്പര്യമില്ല. അപ്പം അതും ഈ ഫോർഡ് പോയ സമയത്ത്, സാറിന്റെ വീഡിയോ തന്നെ ഫോർഡ് പൂട്ടിപ്പോയ സമയത്ത് നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട് കൊടുക്കുന്നുണ്ടോ ഡിസ്ട്രസ് സെയിൽ. ഇത് കൊടുക്കാൻ വേണ്ടി എടുത്തല്ല, റീസെയിലിന് വേണ്ടിയല്ല. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇപ്പോഴും ഈ പറഞ്ഞ പോലെയാണ് അതിന്റെ സെക്കൻഡ് ഹാൻഡ് വേണ്ടി ആൾക്കാർ ഇടിച്ചുണ്ട്. നമ്മുടെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് തന്നെ ഇഷ്ടംപോലെ ഈ ഡൽഹി വണ്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ വണ്ടിയെക്കാളും കൂടുതൽ ഇപ്പൊ ഡൽഹി വണ്ടിയാണ്. അതെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ നമുക്ക് അധികം പരിചിതമല്ലാത്ത ഒരു മോഡലിനെ പറ്റിയാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെയാണ്. ഈ വണ്ടി വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇത് മാത്രമേ വാങ്ങിക്കുള്ളൂ. അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുകയും ചെയ്യും.
എങ്കിലും ഇത്തരം ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്, ഇത്തരം പോസിറ്റീവ്സും ഉണ്ട്. അപ്പോൾ ഞാൻ താങ്ക് യു സോ മച്ച് Sure. ഉണ്ണി. അപ്പോൾ യാത്രകൾ തുടരുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർപ്പിക്കുന്നു. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി 25% വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫെയറുമായിട്ട് കാണാം. വീഡിയോ ഉണ്ടല്ലോ. നന്ദി. ബൈ.